ദൈവനാമത്തിന് ബോധമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം മുതലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 12-ാമത്തെ അധ്യായം വരെ നമ്മൾ ചിന്തിച്ചു. 12-ാമത്തെ അധ്യായത്തിലെ ഇഫ്താഹ് ന്യായാധിപനാവുന്നതും 6 സംവത്സരം ന്യായാധിപനായിട്ട് ഇസ്രായേൽ മക്കളെ ഭരിക്കുന്നതും കണ്ടു. അതിനുശേഷം ഇബ്സാൻ, അതിനുശേഷം ഏലോൻ, പിന്നെ അതിനുശേഷം അബ്ദോൻ, അങ്ങനെ പലരും വന്ന് വളരെ കുറച്ച് കാലഘട്ടങ്ങൾ ന്യായാധിപ ജോലിയിൽ ഏർപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം പക്ഷേ വീണ്ടും ഇസ്രായേൽ മക്കൾ ദൈവത്തിന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് യഹോവ അവരെ 40 വർഷത്തോളം ഫെലിസ്തീന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്ന് വെച്ചാൽ 40 വർഷക്കാലം അവർ ഫെലിസ്തീന്മാരുടെ അധീനതയിലായിരുന്നു. അങ്ങനെ ആ അധീനതയിൽ അവർ കഴിയുന്ന സമയങ്ങളിൽ ദാൻ ഗോത്രത്തിലുള്ളതായ ഒരു സോരാധ്യനായ ഒരു പുരുഷൻ, സോരാത്ത് എന്നുള്ള പ്രദേശത്തെ ഒരു പുരുഷനുണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു. അതിന് മനോഹ എന്ന പേർ. അവൻ്റെ ഭാര്യ പ്രസവിക്കുമായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ആ സ്ത്രീയോട് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് സംസാരിച്ചത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക. വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും എന്നിങ്ങനെ അരുളി ചെയ്തു. അപ്പോൾ അവൻ്റെ തലമുടി വെട്ടാനായിട്ട് പാടില്ല. പിന്നെ ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ പഥ്യം പറഞ്ഞിരുന്നു. അത് വീഞ്ഞ്, മദ്യം എന്നിവയൊന്നും കുടിക്കാനായിട്ട് പാടില്ല. അശുദ്ധമായതൊന്നും തിന്നരുത്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന അശുദ്ധമായിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യുകയോ തിന്നുകയോ ചെയ്യരുത്. അവൻ്റെ തലയിൽ ഉള്ള മുടി വെട്ടരുത്. ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അപ്പോൾ നാസീർ വ്രതം പാലിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും, ഒരു മകനായിരിക്കും അവനെന്നാണ് ദൈവത്തിൻ്റെ ദൂതൻ അരുളി ചെയ്തത്. നാസീർ വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടു, ഒരു സന്യാസ വൃത്തിയാണ് നാസീർ വ്രതം. അത് ചെയ്ത് ദൈവസന്നിധിയിൽ നിൽക്കുന്നവനായിരിക്കും എന്നാണ് അരുളി ചെയ്തത്. അങ്ങനെ ആ സ്ത്രീ എന്ന് ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട്, ഭർത്താവായ മനോഹ എന്നുള്ള ആളുടെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞിങ്ങനെ, ഒരു ദൈവപുരുഷൻ അടുത്ത് വന്നു. അവൻ്റെ ആകൃതി ഒരു ദൈവദൂതൻ്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. തൻ്റെ പേര് അവൻ എന്നോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നരുത്. ഗർഭം മുതൽ ബാലൻ ജീവപര്യന്തം ദൈവത്തിന് നാസീറായിരിക്കും എന്ന് പറഞ്ഞു. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും വന്നു. അവൾ വയലിലിരിക്കുകയായിരുന്നു. അതായത് ഈ മനോഹയുടെ ഭാര്യ. അവളുടെ ഭർത്താവായ മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ഉടനെ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു. അന്ന് എൻ്റെ അടുക്കൽ വന്ന ആൾ ഇത് എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു. അങ്ങനെ മനോഹ പെട്ടെന്ന് തന്നെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ച ആൾ നിങ്ങളാണോ അല്ലെങ്കിൽ നീയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ തന്നെ എന്ന് പറഞ്ഞു. മനോഹ അവനോട്, നിൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലൻ്റെ കാര്യത്തെ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം? അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ മനോഹയോട് ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. മുന്തിരിവള്ളിയിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്. വീഞ്ഞും മദ്യവും കുടിക്കരുത്. അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചു വെക്കുകയും അവൾ ആചരിക്കണമെന്ന് പറഞ്ഞു. മാനോഹ യഹോവയുടെ ദൂതനോട്, ഞങ്ങളൊരു കോലാട്ടിൻകുട്ടിയെ നിനക്കായി പാകം ചെയ്യുന്ന വരെ നീ താമസിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ യഹോവയുടെ ദൂതൻ മനോഹയോട്, നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിൻ്റെ ആഹാരം കഴിക്കുകയില്ല. ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മനോഹ ഈ ദൈവദൂതനോട് പറഞ്ഞത് ഒരു പക്ഷേ ദൈവദൂതൻ
തന്നെയാണ് എന്നുള്ളത് തനിക്കും അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്കും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഒരു കുട്ടിയെ, ഒരു കൊല്ലാട്ടിൻകുട്ടിയെ പാകം ചെയ്ത് തരാം, അത് നീ കഴിക്കണം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ അതൊരു ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും ഒരു പക്ഷേ ആയിരിക്കാം. കാരണം അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് പല രീതിയിൽ അത് ഒരു പക്ഷേ വ്യാഖ്യാനിക്കാം. കാരണം വന്നത് ദൈവദൂതനായിരിക്കത്തില്ല എന്നുള്ള നിലയിൽ. എന്നാൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷിച്ചില്ലെങ്കിൽ അത് ദൈവദൂതൻ തന്നെ ആയിരിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ ചെയ്തു ആവാനും വഴിയുണ്ട്. അപ്പോൾ അത് പക്ഷേ അതിന് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത്, നീ എന്നെ ഇവിടെ താമസിപ്പിച്ചാലും, എന്നെ ഇവിടെ നിർത്തി താമസിപ്പിച്ചാലും ഞാൻ നിൻ്റെ ആഹാരം കഴിക്കുകയില്ല. ഒരു ഹോമയാഗം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ ദൂതൻ, യഹോവയുടെ ദൂതൻ മാനോഹ അല്ലെങ്കിൽ അവരുടെ ഈ പ്രത്യക്ഷപ്പെട്ട ആ വീട്ടുകാരുടെ യാതൊന്നും തന്നെ സ്വീകരിക്കാനായിട്ട് ഇടയായി തീർന്നില്ല. മാനോഹ യഹോവയുടെ ദൂതനോട്, നിൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ മാനോഹ വീണ്ടും യഹോവയുടെ ദൂതനോട് ഇങ്ങനെ സംശയ നിവൃത്തിക്കായിട്ട് കാര്യങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ യഹോവയുടെ ദൂതൻ അവനോട്, എൻ്റെ പേര് ചോദിക്കുന്നത് എന്ത്, അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മാനോഹയ്ക്ക് ബോധ്യപ്പെട്ട് കാണണം വന്നത് യഹോവയുടെ ദൂതൻ തന്നെയാണ്. യഹോവയുടെ ദൂതൻ ആയതുകൊണ്ടാണ് സ്വന്തമായിട്ട് പേര് പറയാത്തത്. കാരണം മനുഷ്യനുമായിട്ട് ഇടകലരാനായിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആയിട്ട് ഒരു അകലം പാലിച്ചുകൊണ്ടാണ് ദൈവദൂതന്മാർ എപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഒരു പ്രവൃത്തികളും മനുഷ്യൻ്റെ ചിന്തകളൊന്നും അവർക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരം പറയുന്നത്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് തൃപ്തികരമായിട്ടുള്ള, മനുഷ്യർക്ക് തൃപ്തികരമായിട്ടുള്ള ഉത്തരം പറയണമെന്നുള്ള ഒരു ബാധ്യതയും യഹോവയുടെ ദൂതൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാർക്കില്ല. അങ്ങനെ മാനോഹ ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. മാനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവനൊരു അതിശയം പ്രവർത്തിച്ചു. അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിൻ്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ദൂതനോട് പേര് ചോദിച്ചപ്പോഴത്തേക്കും പേര് ഉത്തരം പറഞ്ഞില്ല. അത് ചോദിക്കുന്നത് വളരെ അതിശയമുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാനോഹയ്ക്ക് ബോധ്യമായി വന്നിരിക്കുന്നത് യഹോവയുടെ ദൂതൻ തന്നെയാണ്, അല്ലെങ്കിൽ യഹോവ ആയ ദൈവം പറഞ്ഞു വിട്ടിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ആ ദൂതൻ കൽപ്പിച്ചതുപോലെ ദൈവത്തിനൊരു ഹോമയാഗം കഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഹോമയാഗത്തെ കഴിച്ചു. ഹോമയാഗത്തെ ഒരു കോലാട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഭോജനയാഗമായിട്ട് കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. അപ്പോൾ യാഗം കഴിക്കുന്ന സമയത്ത് അഗ്നിജ്വാല യാഗപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ ഈ ദൂതൻ യാഗപീഠത്തിൻ്റെ ജ്വാലയോടുകൂടി മുകളിലേക്ക് ആകാശത്തിലേക്ക് കയറിപ്പോയി. ഇത് കണ്ടപ്പോഴത്തേക്കും അവർക്ക് പരിപൂർണമായിട്ട് ബോധ്യമായി ഇത് വന്നത് യഹോവയുടെ ദൂതനാണ്. അതുകൊണ്ട് ദൂതൻ കയറിപ്പോകുന്ന ആ ഒരു കാഴ്ച അത് കണ്ടപ്പോഴത്തേക്കും മനുഷ്യർക്ക് ദൈവത്തെ നേരിട്ട് കാണാനായിട്ട് മനുഷ്യർക്ക് കഴിയത്തില്ല. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്കും പിന്നീട് അവർക്ക് നേരെ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ അവർ രണ്ടുപേരും കവുന്ന് ദൈവസന്നിധിയിൽ വീഴുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ അതിനുശേഷം മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായിട്ടില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് മനോഹ എന്നുള്ള ആ വ്യക്തിക്ക് അത് വന്നത് യഹോവയുടെ ദൂതൻ തന്നെയാണ് എന്നുള്ളത് പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടത്. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. കാരണം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന ആ കാലഘട്ടത്തിൽ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ ആ വലിയ തേജസ് അവർക്ക് പ്രത്യക്ഷമായപ്പോൾ അവർക്കത് സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ മനുഷ്യർക്ക് ദൈവത്തെ നേരിട്ട് കാണാനായിട്ട് കഴിയത്തില്ല. അത്രയും വലിയ ഭയങ്കരമായിട്ടുള്ള തേജസ്സാണ് ദൈവത്തിൻ്റെ തേജസ്. അതുകൊണ്ട് അന്ന് ദൈവം, എന്നാൽ അതുകൂടാതെ ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ നിന്ന് ഒരുപാട് പാപം ചെയ്ത് അവർ ഒരുപാട് അകന്നതുകൊണ്ട് ദൈവം തന്നെ ഇസ്രായേൽ മക്കളുടെ നാവിൽ കൂടി ദൈവത്തോട് ആ ഒരു അപേക്ഷ കൊടുപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് നമ്മൾ മുമ്പ് കണ്ടതാണ്. കാരണം
യഹോവയായ ദൈവത്തിൻ്റെ ആ തേജസ് കാണുവാനുള്ള ആ ഒരു കൃപ അല്ലെങ്കിൽ അതിനുള്ള ഒരു യോഗ്യത ഇസ്രായേൽ ജനത്തിനില്ല. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് യഹോവയായ ദൈവം തന്നെ അവരുടെ നാവിൽ കൂടി, ദൈവമേ ഈ ഒരു തേജസ് ഇനി ഞങ്ങൾക്ക് കാണണ്ട, ഇനി അത് ദൈവത്തിൻ്റെ പ്രവാചകനായ ദൈവത്തിൻ്റെ പുത്രനായ മോശ വഴി ഞങ്ങൾക്ക് ഈ തേജസ് കണ്ടാൽ മതി. അത് ദൈവം പറയാനുള്ളതൊക്കെ മോശയോട് പറയുകയും മോശ അത് ഇസ്രായേൽ മക്കളോട് പറയുകയും ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ ദൈവം അവരെ കൊണ്ട് അത് ചോദിപ്പിക്കാനോ അങ്ങനെ തന്നെ ദൈവം അത് തീരുമാനിക്കുവാനോ ഇടയായി തീർന്നു. അങ്ങനെ അതിന് ശേഷമുള്ള കാലങ്ങളിലൊന്നും യഹോവയായ ദൈവം തൻ്റെ തേജസ് ഒരിക്കലും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ മാനോഹയ്ക്കും ഭാര്യയ്ക്കും അറിയാം. അതുകൊണ്ടാണ് വന്നത് ദൈവദൂതൻ തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ അതിൻ്റെ അവസാനം വന്നത് ദൈവദൂതൻ തന്നെയാണെന്നുള്ളത് പരിപൂർണമായിട്ട് ബോധ്യമായപ്പോഴത്തേക്കും അവർക്ക് പിന്നെ ഉള്ളിൽ ഭയം തുടങ്ങി. കാരണം ദൈവത്തിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവത്തെ നേരിട്ട് കണ്ട, ദൈവത്തിൻ്റെ ദൂതൻ വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ്സാണ് വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് നേരിൽ കണ്ടതുകൊണ്ട് നമ്മൾ മരിച്ചു പോകും എന്ന് ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ ഭാര്യ അവനോട്, നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാഗവും ഭോജനയാഗവും കൈക്കൊള്ളുകയോ ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ഈ മാനോഹയെ ശക്തിപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവരേതായാലും മരിച്ചില്ല. അതിനുശേഷം ആ സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. അങ്ങനെ ശിംശോനെ ദൈവം അനുഗ്രഹിച്ചിരുന്നു. അങ്ങനെ ശിംശോൻ ജനിച്ചപ്പോൾ മുതൽ നാസീറായിരുന്നു. നാസീർ എന്ന് പറഞ്ഞാൽ ജനനം മുതൽ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ആ നിമിഷം മുതൽ സന്യാസ ജീവിതം നയിച്ച് സ്വയം ദൈവത്തിന് സമർപ്പിച്ചിട്ട് ജീവിക്കുന്നതിനാണ് നാസീർ വ്രതം എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ശിംശോൻ നാസീറായിട്ട് വളർന്നു. ദൈവം യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്മായേലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഈ നാസീറായിട്ടുള്ള ശിംശോനെ ദൈവം ജനിപ്പിച്ചതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. കാരണം ഫെലിസ്ത്യരുടെ അധീനതയിൽ ഇസ്രായേൽ മക്കൾ 40 വർഷം കഴിയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അതിൽ നിന്ന് ആ സമയങ്ങളിൽ ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരുന്നു, ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു ആ ഒരു കഷ്ടപ്പാടിൽ നിന്ന് അവരെ വിടുവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദൈവം അയച്ച ഒരു മകനാണ് ശിംശോൻ. അതിനുശേഷം 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിംശോൻ വളർന്ന് വലുതായി. ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. അങ്ങനെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം തന്നെ അവന് വേണ്ട ഈ ഫെലിസ്ത്യന്മാരുമായിട്ട് കൊമ്പ് കോർക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില അവസരങ്ങൾ ദൈവം ഒരുക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഫെലിസ്ത്യ സ്ത്രീയെ കണ്ടപ്പോഴത്തേക്കും അവൻ വന്നിട്ട് തിരിച്ചു വന്ന് അപ്പനെയും അമ്മയും അറിയിച്ചു. അപ്പനെയോടും അമ്മയോടും പറഞ്ഞു, ഇങ്ങനെ ഒരു ഫെലിസ്ത്യ സ്ത്രീയെ കണ്ടു, അവളെ എനിക്ക് ഭാര്യയായിട്ട് വേണമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ അപ്പനും അമ്മയും അവനോട്, അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് നിൻ്റെ സഹോദരന്മാരുടെ കന്യകുമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഇസ്രായേൽ ജനം ഒരിക്കലും മറ്റ് ജാതികളോട് ഇടകലരുവാനായിട്ട് പാടില്ല എന്ന് ന്യായപ്രമാണത്തിൽ ദൈവം വളരെ കർശനമായിട്ട് അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്യാത്തതിൻ്റെ പാപങ്ങളാണ് ഓരോ കാലഘട്ടത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നത്. അങ്ങനെ ഫെലിസ്ത്യരും ഇവരെ ഭരിക്കുവാനും ഒക്കെ ആയിട്ട് തീർന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ അതിൽ തന്നെ ഇസ്രായേൽ ജനങ്ങളിൽ തന്നെ ഈ ഒരു കാഴ്ചപ്പാട് പുലർത്തുന്ന അനേകർ വീണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം വീണ്ടും അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട് പല രീതിയിലും ദൈവം ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഫെലിസ്ത്യരിൽ നിന്ന് ഒരു ഭാര്യ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അപ്പനും അമ്മയും അവനോട് അത് സമ്മതിക്കാനായിട്ട് ഇടയായി തരുന്നില്ല. ഇങ്ങനെ മറ്റൊരുത്തി ഇല്ലാത്തതുകൊണ്ടാണോ അവിടെ നിന്ന് ഭാര്യയെ വേണ്ടതെന്ന് നീ പറയുന്നതെന്ന് ചോദിച്ചു. എന്നാൽ പക്ഷേ ശിംശോൻ തൻ്റെ അപ്പനോട് അവളെ എനിക്ക് വേണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് യഹോവയാൽ ഉണ്ടായത് എന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. കാരണം
ഫെലിസ്ത്യരുടെ നേരെ ഒരു അവസരം അന്വേഷിക്കുകയായിരുന്നു ഈ ശിംശോൻ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇതിങ്ങനെ ഒരു കാരണം ദൈവം ഇട്ട് ശിംശോനെ അതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട് ഇടയായി തീർന്നു. ആ കാലത്ത് ഫെലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നയ്ക്ക് അരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ പിടിച്ചിട്ട് ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു എന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് അക്കാര്യം ചെയ്ത കാര്യം തൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. പിന്നെ ചെന്നിട്ട് ഈ ഫെലിസ്ത്യ കന്യകയോട് ചെന്ന് സംസാരിച്ച് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അവനുള്ള വിവാഹം കഴിപ്പാൻ തിരികെ പോകുകയിൽ സിംഹത്തിൻ്റെ ഉടൽ നോക്കേണ്ടതിന് മാറി ചെന്നു. സിംഹത്തിൻ്റെ ഉടലിനകത്ത് ഒരു തേനീച്ച കൂട്ടവും തേനും കണ്ടു. അത് അവൻ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു. അപ്പൻ്റെയും അമ്മയുടെയും അടുക്കൽ ചെന്ന് അവർക്കും കൊടുത്ത് അവരും തിന്നു. എന്നാൽ തേൻ ഒരു സിംഹത്തിൻ്റെ ഉടലിൽ നിന്ന് എടുത്തു എന്ന കാര്യം അവൻ അവരോട് പറഞ്ഞില്ല. അപ്പോൾ ഈ സിംഹത്തിൻ്റെ ഉടലിൽ നിന്ന് ഈ തേനീച്ച കൂട്ടവും തേനും എടുത്ത് അതിൽ വെച്ച് തിന്നു എന്ന് പറയുമ്പോൾ അത് ദൈവസന്നിധിയിൽ വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഇസ്രായേൽ കുടുംബത്തിൽ ജനിച്ച ഒരു ആൾ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു കാരണവശാലും ഇത്ര ഒരു സംഗതി ചെയ്യുവാനായിട്ട് പാടില്ല. കാരണം ന്യായപ്രമാണത്തിൽ വളരെ വ്യക്തമായിട്ട് അത് കൽപ്പിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ സിംഹത്തിൻ്റെ ഉടലിനകത്ത് ഉള്ള ഒരു ഭക്ഷണം അതെടുത്തിട്ട് തിന്നിട്ട് അപ്പനും അമ്മയും കൊടുക്കുകയും ചെയ്തു. ശിംശോനും തിന്നു. അങ്ങനെ അതൊരു വലിയൊരു തെറ്റായിരുന്നു അവരന്ന് ശിംശോൻ അന്ന് അത് ചെയ്തത്. അങ്ങനെ അവൻ്റെ അപ്പൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. ശിംശോൻ അവിടെ ഒരു വിരുന്ന് കഴിച്ചു. അങ്ങനെ കഴിച്ച് അവനോടുകൂടെ 30 കൂട്ടുകാരെ കൊണ്ടുവന്നു. ശിംശോൻ അവരോട് ഒരു കടങ്കഥ പറയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു കടങ്കഥ പറഞ്ഞ് അതിന് ഒരു പ്രൈസ് അല്ലെങ്കിൽ അതിനൊരു പ്രതിഫലം ശിംശോൻ അനൗൺസ് ചെയ്തു. അത് പറഞ്ഞ കടങ്കഥ ഇതാണ്: വിരുന്നിന് 7 ദിവസത്തിനകം നിങ്ങളത് അതിൻ്റെ പ്രൈസായിട്ട് കൊടുക്കാനായിട്ട് ഏറ്റ കാര്യമാണ് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും 7 ദിവസത്തിനകം അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തരാം. വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളത് ഇത്രയും തന്നെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ കടം പറഞ്ഞു. അവനവരോട് ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ആകെ പറഞ്ഞ ഇത്രയാണ്: ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു. എന്നാൽ കടം വീട്ടുവാൻ 3 ദിവസത്തോളം അവർക്ക് കഴിഞ്ഞില്ല. 7-ാം ദിവസത്തിൽ അവർ ശിംശോൻ്റെ ഭാര്യയോട്, കാരണം ഈ വന്നിട്ടുള്ള ഈ യവനക്കാർ ഫെലിസ്ത്യന്മാരാണ്. അപ്പോൾ ഫെലിസ്ത്യന്മാരായിട്ടുള്ള ആളുകൾക്കാണ് ഇത് പറയാനായിട്ട് ഇസ്രയേലിയനായ ഒരു ആളുടെ കടങ്കഥ അത് ചോദിച്ചിട്ട് അവർക്ക് പറയാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അവർക്കത് വലിയ ക്ഷീണമായി തീർന്നു. അങ്ങനെ 7-ാം ദിവസത്തിൽ ശിംശോൻ്റെ ഭാര്യയോട് പറഞ്ഞു, അത് ഞങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് അവനെ വശീകരിച്ച് അവൻ്റെ വായിൽ നിന്ന് ആ ഒരു ഉത്തരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇല്ലെങ്കിൽ നിന്നെയും നിൻ്റെ വീട്ടുകാരെയൊക്കെ ഞങ്ങൾ തീ വെച്ച് ചുട്ടുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടവനോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വസ്തു എന്ന് പറഞ്ഞാൽ ഫെലിസ്ത്യന്മാരുടെ വസ്തു അല്ലെങ്കിൽ ഫെലിസ്ത്യന്മാരുടെ സ്വത്ത് കരസ്ഥമാക്കാനാൻ വേണ്ടിയിട്ടാണ് നീ ഞങ്ങളെ വിളിച്ച് കൂട്ടിയത്. അങ്ങനെ അത് അവർക്ക് വലിയൊരു പേടിയായി തീർന്നു. കാരണം അവരും ഫെലിസ്ത്യന്മാരാണ്. ശിംശോൻ്റെ ഭാര്യ വീട്ടുകാരും ഫെലിസ്ത്യന്മാരായതുകൊണ്ട് സ്വന്തം ജനത്തിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർക്കത് വലിയ പേടിയായി തീർന്നു. അങ്ങനെ ശിംശോൻ്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് ഇതിൻ്റെ ഉത്തരം ചോദിച്ചു. കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ വിരുന്നിന് 7 ദിവസവും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. 7-ാം ദിവസം ഇങ്ങനെ വളരെയധികം ഇങ്ങനെ അസഖ്യപ്പെടുത്തുന്നതുകൊണ്ട് ഉത്തരം പറഞ്ഞു കൊടുത്തു. കിട്ടിയ പാടെ അത് ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം അവർക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുത്തു. അങ്ങനെ 7-ാം ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വന്നിട്ട്
തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്, സിംഹത്തേക്കാൾ ബലമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അതിന് അവൻ അവരോട്, നിങ്ങൾ എൻ്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എൻ്റെ കടകം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ചോദിച്ച കടം, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും എന്ന് പറഞ്ഞതിന് ഉത്തരമായിട്ടുള്ളത് പറഞ്ഞത് തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്, സിംഹത്തേക്കാൾ ബലമുള്ളത് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ശിംശോൻ പറഞ്ഞതാണ്, നിങ്ങൾ എൻ്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എൻ്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പശുക്കിടാവിനെ എന്ന് ഉദ്ദേശിക്കുന്നത് ശിംശോൻ തൻ്റെ ഭാര്യയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഭാര്യയും അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ഇത് പറയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കടം നിങ്ങൾ വീട്ടുകയില്ലായിരുന്നു. അപ്പോൾ തന്നെ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ അസ്കലോനിലേക്ക് ചെന്ന് ഈ പറഞ്ഞ 30 പേരെയും കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്ത് അവൻ്റെ കോപം ജ്വലിച്ചു. അവൻ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ തൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശിംശോൻ്റെ ഭാര്യയും ശിംശോൻ്റെ ഭാര്യ വീട്ടുകാരും ശിംശോനോട് വലിയൊരു ദ്രോഹം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം കോപം ജ്വലിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വിചാരിച്ചത് ശിംശോൻ എന്നേക്കുമായിട്ട് പോയി എന്നുള്ള നിലയിലാണ്. അങ്ങനെ പോയതുകൊണ്ട് ഒരു അന്തരീക്ഷത്തിൽ ഈ ശിംശോൻ്റെ ഭാര്യ അവൻ്റെ കൂട്ടുകാരനായിരുന്ന ഈ ഫെലിസ്ത്യ തോഴനായിരുന്ന ഒരാൾക്ക് ഭാര്യയായി തീർന്നു. 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ശിംശോൻ്റെ കോപമൊക്കെ അടങ്ങി ശിംശോൻ വീണ്ടും ഒരു ആട്ടിൻകുട്ടി, ഒരു കോലാട്ടിൻകുട്ടിയും കൊണ്ടൊക്കെ തൻ്റെ ഭാര്യയെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും അവളുടെ അപ്പൻ ശിംശോനെ അകത്ത് കിടക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അന്ന് അത് അനിഷ്ടമായി അല്ലെങ്കിൽ പ്രശ്നമായി ഉപേക്ഷിച്ച് പോയി എന്ന് കരുതി, അതുകൊണ്ട് ഞാനൊരു വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അവളേക്കാൾ അവളുടെ അനുജത്തി സുന്ദരിയാണ്, അതുകൊണ്ട് നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ ശിംശോൻ അത് വലിയൊരു കോപത്തിന് ഇടയായി തീർന്നു. അങ്ങനെ ഇനി ഫെലിസ്ത്യർക്ക് വരുന്ന ഒരു ദോഷവും ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശിംശോനെ വീണ്ടും ദൈവം ഫെലിസ്ത്യർക്ക് നേരെ ഉപയോഗിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ശിംശോൻ ചെന്ന് 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് ചേർത്ത് പന്തം എടുത്ത് അതിൻ്റെ വാലിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു. അത് ഈ വേനൽക്കാലവും വിളവിന് തയ്യാറായിട്ടുള്ള സമയം ആയിരുന്നതുകൊണ്ട് ഈ വിട്ട കുറുക്കന്മാർ പോയി വയലുകളിലേക്കും മറ്റുമൊക്കെ പോയി എല്ലാം തീ വെച്ച് ചുട്ടുകളയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ഫെലിസ്ത്യർ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇത് തിമ്നക്കാരൻ്റെ മരുമോൻ ശിംശോൻ അവൻ്റെ ഭാര്യയെ അവനെടുത്ത് തോഴിന് കൊടുത്തു കളഞ്ഞു എന്ന് അവർക്ക് അറിവ് കിട്ടി. അങ്ങനെ ഫെലിസ്ത്യർ നേരെ ചെന്നിട്ട് ശിംശോൻ്റെ മുൻ ഭാര്യയുടെ അപ്പനെയും ഒക്കെ തീയിലിട്ട് ചുട്ടു കളഞ്ഞു. അപ്പോൾ ശിംശോൻ അവരോട്, നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കെതിരെ യുദ്ധം ചെയ്തു. അവരെ കഠിനമായി അടിച്ച് തുടയും നടുവും തകർത്തു കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം പിന്നെ പോയിട്ട് ഒരു പാറയുടെ ഗുഹരത്തിൽ ചെന്ന് പാർത്തു. എന്നാൽ ഫെലിസ്ത്യർ ചെന്ന് യഹൂദയിൽ പാളയമിറങ്ങി ലേഹിയിലെല്ലാം പരന്നു. അങ്ങനെ ഫെലിസ്ത്യന്മാർക്ക് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ദേഷ്യമായി തീർന്നു. അങ്ങനെ അവർ വലിയ സൈന്യത്തെ ഇറക്കിയിട്ട് ഇസ്രായേലിയർക്ക് നേരെ പാളയം ഇറങ്ങി. ഇതിനെന്താണ് കാര്യം എന്ന് ഈ യഹൂദ്യർ അല്ലെങ്കിൽ ഇസ്രായേലിയർ ചോദിച്ചപ്പോൾ ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോട് ചെയ്യേണ്ടതിന് അവനെ പിടിച്ചു കെട്ടുവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ യഹൂദയിൽ നിന്ന് 3000 പേര് അത് ഇസ്രായേലിയരായിട്ടുള്ള ആളുകൾ ഏതാനും പാറയുടെ ഗഹ്വരത്തിൽ ചെന്ന് ശിംശോനോട്, ഫെലിസ്ത്യർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ? നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. അവരെന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് ഈ ശിംശോൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവനോട്, ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ശിംശോൻ അവരോട് വീണ്ടും പറയാം, നിങ്ങൾ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിരിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കത്തുള്ളൂ. അങ്ങനെ അവരെ ശിംശോനെ 2 പുതിയ കയറുകൊണ്ട് കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവർ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യന്മാർ ശിംശോനെ കണ്ടിട്ട് ഇങ്ങനെ വലുതായിട്ട് ആർത്തു വിളിച്ച്
കാരണം ശിംശോൻ അവരുടെ പ്രധാന ശത്രുവായിരുന്നു. അതുകൊണ്ട് അത് കണ്ടിട്ട് അവർ വളരെയധികം സന്തോഷിച്ചു. അപ്പോൾ ആ സമയത്ത് വീണ്ടും യഹോവയായ ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോൻ്റെ മേൽ വന്നു. ശിംശോൻ്റെ കൈയും കാലുമൊക്കെ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെ ആയിപ്പോയി. അവൻ്റെ ബന്ധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോയി. പെട്ടെന്ന് തന്നെ ഒരു കഴുതയുടെ പച്ച താടിയല് കണ്ട് കൈനീട്ടിയെടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു കഴുതയുടെ താടിയല് അപ്പോൾ വഴി കിടക്കുന്ന കണ്ടിട്ടുണ്ടാവും. അത് കയ്യിലെടുത്തിട്ട് അത് വലിയൊരു വാളിൻ്റെ സൈസ് ഉണ്ടാവണം. അപ്പോൾ അത്രയും വലിയ സൈസുള്ള ആ ഒരു താടിയെല്ലാം എടുത്തിട്ട് 1000 പേരെയാണ് ശിംശോൻ കൊന്നു കളഞ്ഞതെന്നാണ് വിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശിംശോൻ അതുകൊണ്ട് ആ സമയത്ത് ശത്രുക്കളെ മുഴുവനും കൊല്ലുന്ന രീതിയിൽ അവിടെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കഴുതയുടെ താടിയെല്ലുകൊണ്ട് കുന്ന് 1, കുന്ന് 2, കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് താടിയെല്ല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് പോയി അങ്ങനെ വളരെ ദാഹിച്ചു യഹോവയോട് നിലവിളിച്ചു. അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി കടന്നു വന്നപ്പോഴത്തേക്കും ദൈവം മരുഭൂമിയിൽ വെച്ച് ജനം യഹോവയായ ദൈവത്തോട് ഇങ്ങനെ മറുതലിച്ചപ്പോൾ അവർ ദാഹം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ മരിച്ചു പോകും എന്നുള്ള രീതിയിൽ ദൈവത്തെ ദുഷിച്ച് ഇങ്ങനെ പറയുന്ന ഒരു സമയം വന്നു. ആ സമയത്ത് ദൈവം മോശയോട് പറഞ്ഞ് പാളയെ പിറന്ന് അതിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന ഒരു അവസ്ഥ, ഒരു അത്ഭുതം നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ലേഹിയിലൊരു കുഴി പിളരുമാറാക്കി. അപ്പോൾ ഇവിടെ ഒരു കുഴി ഉണ്ടാവുകയാണ് ചെയ്തത്. അതിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം പുറപ്പെട്ടു. അങ്ങനെ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. അത് ഇന്ന് വരെയും ലേഹിയിലുണ്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ സ്ഥലത്തിന് ഏൻ ഹക്കോരെ എന്ന പേരും ഇട്ടു. അവൻ ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ സംഭവങ്ങളോടുകൂടി ഈ ഇസ്രായേൽ മക്കളുടെ പ്രധാന നേതാവായിട്ട് ശിംശോൻ മാറി. അങ്ങനെ രാജാവിന് തുല്യമായിട്ടുള്ള ഒരു ന്യായാധിപനായിട്ട് ഈ ന്യായാധിപന്മാരുടെ കാലത്ത് ഈ 20 വർഷക്കാലം ശിംശോൻ ന്യായാധിപനായിട്ട് ഇസ്രായേലിനെ നയിച്ചു. അതിനുശേഷം 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിംശോൻ വീണ്ടും ഒരു സ്ത്രീയുടെ അടുത്ത് ചെന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ശിംശോൻ ഗാസയിൽ ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗാസയിൽ ഒരു സ്ത്രീയുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്നിരിക്കുന്ന ഗസ്യർക്ക് അറിവ് കിട്ടി. അത് ഗാസയിൽ ഉള്ള ആളുകൾക്ക്. അത് ഫെലിസ്ത്യരുടെ സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളെല്ലാം, ഗാസയും മറ്റുമൊക്കെ. അവർ വന്ന് വളഞ്ഞ് അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണ വാതിലുകൾ പതിയിരുന്നു. നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ അനങ്ങാതിരുന്നു. അങ്ങനെ ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രി എഴുന്നേറ്റ് പട്ടണവാതിലിൻ്റെ കതവും കട്ടടക്കാട് രണ്ടും ഓടാമ്പലോട് കൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പട്ടണത്തിൻ്റെ വാതിൽ, അല്ലെങ്കിൽ ആ കോട്ടയുടെ വാതിൽ തന്നെ മുഴുവൻ പറിച്ചെടുത്തുകൊണ്ടാണ് പോയത്. അതിനുശേഷം അവൻ സെരോഗ് താഴ്വരയിൽ ദലീല എന്നുള്ള ഒരു സ്ത്രീയെ സ്വീകരിക്കാനായിട്ട് ഇടയായി തീർന്നു, സ്നേഹിച്ചു. ഫെലിസ്ത്യന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവൻ്റെ മഹാശക്തി എന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കും എന്നും അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞ് ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം തരാമെന്ന് പറഞ്ഞ് ചതി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ സ്ത്രീയെ അങ്ങനെ വശീകരിച്ചു. ആ സ്ത്രീയുടെ പേര് ദലീല എന്നാണ്. ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാവുന്നു, ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം, എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ശിംശോൻ പക്ഷേ അവളോട്, ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞു.
അങ്ങനെ അത് നേരെ ദലീല ചെന്നിട്ട് ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ പ്രസിദ്ധ ഫെലിസ്ത്യന്മാരുടെ നേതാക്കന്മാരോട് ചെന്ന് അറിയിച്ചു. അവർ ചെന്നിട്ട് ഉണങ്ങാത്ത 7 പച്ചില ഞാൻ അവളുടെ അടുക്കൽ കൊണ്ടുവന്ന് അത് വെച്ചിട്ട് അവളവനെ ബന്ധിച്ചു. അവളുടെ ഉൾമുറിയിൽ പതിയിരിപ്പാറ്, അതായത് ചതി ചെയ്ത് വീഴ്ത്തുവാനായിട്ട് ആളുകളെ ഏർപ്പാടാക്കിയിരുന്നു. അവൾ അവനോട് ശിംശോനെ ഇതാ ഫെലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞു. അതൊരു പരീക്ഷിക്കുകയാണ്. ഇവൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ശിംശോൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ഈ തീ തോട്ട ചണനൂല് പോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ദലീല ശിംശോനോട് നീ എന്നെ ചതിച്ച് എന്നോട് ഭോഷ്ക്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാം എന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. വീണ്ടും അവളോട് ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് പറഞ്ഞു. ദലീല അതുപോലെ തന്നെ പുതിയ കയറ് വാങ്ങിച്ച് ബന്ധിച്ച് ശിംശോനെ ഫെലിസ്ത്യർ ഇതാ വരുന്നുവെന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ പതിയിരിപ്പുകാർ ഉൾമുറിയിലുണ്ടായിരുന്നു. അവനെ ഒരു നൂല് പോലെ തൻ്റെ കൈകൊണ്ട് കൈമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. ദലീല ശിംശോനോട് ഇതുവരെ നീ എന്നെ ചതിച്ച് എന്നോട് ഭോഷ്ക്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അവൻ അവളോട് എൻ്റെ തലയിൽ 7 ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കുമെന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്ത് കുറ്റി അടിച്ചുറപ്പിച്ചും വെച്ച് അവനോട്, അതായത് ഈ ജടകളെല്ലാം കൂടെ ഒരു കുറ്റിയിൽ അടിച്ചങ്ങ് ഉറപ്പിച്ചു. അതിനുശേഷം ശിംശോനെ ദാ ഫെലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് തന്നെ ഉറക്കം എണീറ്റ് നെയ്ത്ത് തടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്ത് കളഞ്ഞു. അപ്പോൾ അവനോട് നിൻ്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലാതിരിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു എന്ന് ദലീല ശിംശോനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ദലീലയാണ് ശിംശോനെ ചതിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഖ്യപ്പെടുത്തി അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നു. അങ്ങനെ വളരെയധികം വളരെയധികം പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ധാരാളം സമയം എടുത്ത് ദിവസങ്ങളോളം ബുദ്ധിമുട്ടിച്ച് അതിന് ശേഷം ശിംശോൻ എന്നാൽ സ്വന്തം കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് ഈ ദലീലയെ അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കാര്യങ്ങൾ അറിയിച്ചു. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു, അതായത് നാസീറാകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ ദലീലയ്ക്ക് മനസ്സിലായപ്പോൾ തൻ്റെ ഉള്ളം മുഴുവൻ അല്ലെങ്കിൽ മനസ്സിലുള്ളത് മുഴുവൻ തൻ്റെ മഹാശക്തിയെക്കുറിച്ചുള്ള രഹസ്യം മുഴുവൻ അവരെ അറിയിച്ചു എന്നുള്ളത് ദലീലയ്ക്ക് മനസ്സിലായപ്പോൾ ഫെലിസ്ത്യന്മാരുടെ നേതാക്കൾ വിളിക്കാനായിട്ട് ആളയച്ചു. ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇവനെ കൊണ്ടുപോകാം എന്നിങ്ങനെ പറഞ്ഞ് ആളയച്ചു. അവർ പണമായിട്ട് കാശുമായിട്ട് വന്നു, പണം കൊടുത്തു. ഈ ദലീല അവനെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ക്ഷൗരം ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് ഈ തലയിലെ 7 ജടകൾ 7 എണ്ണം ഉണ്ടായിരുന്നു. ആ 7 ജടകളും വെട്ടിക്കളഞ്ഞു. അങ്ങനെ ശിംശോൻ്റെ ശക്തി അവനെ വിട്ടുപോയി. അപ്പോൾ വീണ്ടും അതുപോലെ ശിംശോനെ ഫെലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉണക്കം വന്നു. പക്ഷേ തൻ്റെ ശക്തി വിട്ടുപോയി എന്നുള്ളത് അറിയാതെ മുമ്പിലത്തെ പോലെ അവരെ എടുത്ത് ഒഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. പക്ഷേ ഫെലിസ്ത്യർ അവർക്കറിയാമായിരുന്നു അവൻ്റെ ശക്തി പോയെന്ന്. അങ്ങനെ ശിംശോനെ അവർ പിടിച്ചു കൊണ്ടുപോയി അവനെ വളരെയധികം ഉപദ്രവിച്ച് അവൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ച് ഗാസയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെമ്പ് ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചു. കാരാഗൃഹത്തിൽ അവന് മാവ് പൊടിക്കാനുള്ള ജോലി കൊടുത്തു. അങ്ങനെ കുറച്ച് നാളങ്ങനെ അവനെ അവിടെ ബന്ധിച്ച് അവർ ആക്കി. അതിനുശേഷം ആ സമയങ്ങളിൽ വീണ്ടും അവന് തലമുടി വളർന്നു തുടങ്ങി. അതിനുശേഷം ഈ ഫെലിസ്ത്യന്മാരായിട്ടുള്ള ആളുകൾ ഗാസയിലുണ്ടായിരുന്നു. അപ്പോൾ ഗാസയിലെ ഈ ഫെലിസ്ത്യന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ദേവന്മാരായിട്ടുള്ള ഈ കല്ലും മണ്ണും കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിമകൾക്ക് വലിയ ബലി കൊടുക്കുവാനും മറ്റുമൊക്കെ ഉള്ള ഉത്സവത്തിൻ്റെ സമയമായി. അപ്പോൾ ആ സമയത്ത് ബലി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവനെ ഉപയോഗിക്കാം എന്നുള്ള നിലയിൽ ശിംശോന് ബലി കൊടുക്കുവാനായിട്ട് അവർ അവനെ കൊണ്ടുപോയി. അങ്ങനെ ആ ക്ഷേത്രത്തിൽ, ഈ ബാലിൻ്റെ ക്ഷേത്രമായിരിക്കാം, ആ ബാലിൻ്റെ ക്ഷേത്രത്തിൽ അവനെ കൊണ്ടുപോയി അവിടെ വലിയ തൂണുകളുടെ നടുവിൽ അവനെ ഇടയിൽ ഈ ചങ്ങലകളിൽ ബന്ധിച്ച് നിർത്തി.
എന്നാൽ ശിംശോൻ തൻ്റെ കൂടെ നിൽക്കുന്ന കാവൽക്കാരനോട് അല്ലെങ്കിൽ പട്ടാളക്കാരനോട് ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരി ഇരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തപ്പി നോക്കി ഏകദേശം അതിൻ്റെ ഒരു സൈസ് മനസ്സിലാക്കി. അപ്പോൾ ആ പ്രദേശത്തുള്ള സകല ആളുകളും ഫിലിസ്തീന്മാരായിട്ടുള്ള സകല ആളുകൾ അല്ലെങ്കിൽ ജാതികളായിട്ടുള്ള ജെൻറ്റൈൽസ് ആയിട്ടുള്ള ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ശിംശോൻ ഇതും കണ്ടിങ്ങനെ ഈ ചങ്ങലയിൽ കിടന്നിട്ട് ഇതിങ്ങനെ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ ആയിട്ട് ഏകദേശം 3000 പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, തിരുവചനത്തിൽ. അപ്പോൾ അതിൽ ശിംശോൻ ദൈവത്തോട് ആ സമയത്ത് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷേത്രം നിൽക്കുന്ന ഒരു നടുത്തൂണും ഒന്ന് വലം കൈ കൊണ്ടും മറ്റേത് ഇടം കൈ കൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി 2നെയും പിടിച്ച് വലിച്ചങ്ങോട്ട് അടുപ്പിക്കും. അങ്ങനെ ആ 2 തൂണും പ്രധാനമായിട്ടുള്ള ആ ക്ഷേത്രം നിൽക്കുന്ന 2 പ്രധാന തൂണുകളായിരുന്നു. ആ 2 പ്രധാന തൂണുകളെയും ശിംശോൻ തന്നോടുകൂടെ അങ്ങോട്ട് വലിച്ച് താഴെയിട്ടു. അങ്ങനെ ആ ക്ഷേത്രം മുഴുവനുമായിട്ട് അവിടെയുള്ള ആളുകളുടെ എല്ലാം ദേഹത്ത് വീണ് ധാരാളം ആളുകൾ മരിക്കുന്നതിനിടയായി തീർന്നു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. അവൻ്റെ സഹോദരന്മാരും മൃദുഭവനും എല്ലാം അവൻ്റെ ശരീരം എടുത്ത് അവൻ്റെ അപ്പനായ മനോഹയുടെ ശ്മശാന സ്ഥലത്ത് അടക്കം ചെയ്തു. അവൻ ഇസ്രായേൽ